പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ കടങ്ങളുടെ പ്രവൃത്തിക്കായി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത്, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത്, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ വലിയ സ്നേഹത്തോടെ അങ്ങയുടെ ബലിയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കൈവഴി, അമ്മയുടെ കൈവഴി ഉള്ള പൂർവീകര് കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കടങ്ങളും പുറത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുള്ള പാപത്തിന്റെ, ശാപത്തിന്റെ, പൈശാചിക ശക്തികളെ, കടബാധ്യതകളെ, അതിന്റെ മേലുള്ള ആധിപത്യങ്ങളെ, അധികാരങ്ങളെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ തലമുറയോടും വരും തലമുറകളോടും കർത്താവെ അവിടുന്ന് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വലിയ കൃപയ്ക്കായി, അഭിഷേകത്തിനായി, സൗഖ്യത്തിനായി, വിടുതലിനായി, വിമോചനത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഉണ്ണീശോയെ, നിങ്ങളുടെ സജീവ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ പുതിയ അഭിഷേകത്തിൽ കൃപയുടെ ഭവനമാക്കി മാറ്റുവാൻ ഇടയാകട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര രഹസ്യത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയും നിറച്ചു നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബവൃക്ഷത്തെയും എന്നെയും എന്റെ കുടുംബവൃക്ഷത്തെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ ഭാഗ്യം ചെയ്യപ്പെട്ട മക്കളെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ കുടുംബവൃക്ഷത്തിന്റെ കടങ്ങളുടെ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം പ്രത്യേകം വിളിച്ചവരാണ് നാം ഓരോരുത്തരും. ഈ വിളി ലഭിച്ചവർക്ക് വലിയ കൃപയുണ്ട്. കാരണം കുടുംബവൃക്ഷത്തിന് വേണ്ടി, മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വലിയ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് കർത്താവ് ചൊരിയും. കാരണം കർത്താവ് ആഗ്രഹിക്കുന്ന വലിയ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ കുടുംബവൃക്ഷത്തിനു വേണ്ടി, മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയെയും വരാൻ പോകുന്ന തലമുറകളെയും ദൈവമായ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയാണ് നമ്മിലൂടെ. അതിനുവേണ്ടി നമ്മെ വിളിച്ച കർത്താവിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കടബാധ്യതകളുടെ മേഖല, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. അന്യന്റെ ഇവിടെ വരെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്ത്? നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മറ്റുള്ളവർക്കും നൽകിയിട്ടുണ്ട്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവന് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ജീവിക്കേണ്ട ജീവിതമുണ്ട്, അവരും ജീവിക്കേണ്ട ജീവിതമുണ്ട്. അതുകൊണ്ട് ദൈവമായ കർത്താവ് അവനവന് നൽകിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വിവാഹം എന്നുള്ള ജീവിതം എന്താണ്? ഭാര്യ ഭർത്തൃബന്ധം ഒറ്റ ശരീരം പോലെ ദൈവം യോജിപ്പിച്ചതാ. മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. അന്യന്റെ ഭാര്യയെ മോഹിക്കാന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവ് ഒരുമിപ്പിച്ചിരിക്കുന്ന അഭേദ്യമായ ആ ബന്ധത്തിൽ നിന്ന്, ഐക്യത്തിൽ നിന്ന് ഒരു ഭാര്യയെ മോഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനെ മോഹിക്കുക എന്ന് പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഭാര്യയെ മോഹിക്കരുത്, ഭർത്താവിനെയും മോഹിക്കരുത്. ദൈവം യോജിപ്പിച്ചതാ. മോഹം കൊണ്ട് പോലും ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയില് ഭയങ്കരമായ കടമാണ്. ചെയ്യരുത്. അവിടെ അന്യന്റെ വസ്തു ദൈവമായ കർത്താവ് അവർക്ക് സമ്പത്ത് നൽകി, അവരുടെ ജീവിതത്തിന്, അവരുടെ കുടുംബത്തിന്, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നിനക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ അന്യന്റെ വസ്തു മോഹിച്ച് തട്ടിച്ച് എടുത്താൽ, കൈക്കൂലി വാങ്ങിക്കുക, അല്ലെങ്കിൽ അവന്റെ അനർഹമായ പൈസ വാങ്ങിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിർത്തി മാന്തിയെടുക്കുക, അല്ലെങ്കിൽ കള്ളക്കണക്കുണ്ടാക്കി അവന്റെ വസ്തു തട്ടിയെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, അത് ദൈവത്തിന് അപ്രീതികരമാണ്. ദൈവം ചെയ്യരുത്
എന്ന് പറഞ്ഞത് ചെയ്യുന്ന പ്രമാണ ലംഘനമാണ്. അത് നമുക്ക് കടമായിട്ട് മാറും. നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ പൂർവികര് ആരുടെങ്കിലും കുടുംബജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെങ്കിലും വസ്തു തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തില് കടന്നു വന്നിട്ടുള്ള കടബാധ്യതകൾ അല്ലെങ്കിൽ ചില സമ്പത്തുണ്ട്. ഇപ്പൊ തട്ടിച്ച് വഞ്ചിച്ച് ചതിച്ചൊക്കെ എടുത്ത് കൊണ്ടുവന്ന അന്യന്റെ വസ്തു നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് നേട്ടമല്ല. അച്ഛൻ എപ്പോഴും പറഞ്ഞില്ലേ, അത് കടമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും കടങ്ങള് നമ്മുടെ അറിവിലുണ്ടെങ്കിൽ, ഇനി അറിയാത്ത അവസ്ഥയിൽ എന്തുമാത്രം ആളുകള് ജീവിച്ച് കടന്നുപോയ കൊഴിഞ്ഞു വീണ ഒരു വൃക്ഷമാണ് നമ്മുടെയൊക്കെ കുടുംബവൃക്ഷം. അതുകൊണ്ട് ആ മേഖലയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പൂർവികരോ നമ്മുടെ കുടുംബവൃക്ഷത്തിലോ ആരെങ്കിലും ഒക്കെ ആരുടെങ്കിലും കുടുംബജീവിതം തകർത്തുകൊണ്ട് അവന്റെ ഭാര്യയെ അവന്റെ ഭർത്താവിനെ മോഹിച്ചുകൊണ്ട് ആ കുടുംബജീവിതത്തെ തകർത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കടങ്ങൾ ഇന്ന് ചില കുടുംബങ്ങളില് സമാധാനമില്ല, കുടുംബജീവിതത്തില് ഭയങ്കര ഭിന്നത, അല്ലെങ്കിൽ അകൽച്ച, അല്ലെങ്കിൽ മക്കൾക്ക് കല്യാണം നടക്കുന്നില്ല. ഒരു കാര്യം ഓർത്തോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അന്യന്റെ ഭാര്യ, അന്യന്റെ ഭർത്താവ്, അന്യന്റെ വസ്തു, അന്യന്റെ സ്വന്തമായത് അത് നേടിയെടുത്താൽ, സ്വന്തമാക്കിയാൽ, മോഹിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കടം ബാധ്യതയായിട്ട് വരും. ആ കടബാധ്യതയുടെ മേൽ ഉടയവൻ പിശാചിന് അവകാശം കിട്ടും. അവൻ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ തലമുറകളിൽ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളൊക്കെ എടുത്ത് നോക്കിക്കോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട സമാനതയുള്ള ചില പ്രവൃത്തികൾ നമ്മുടെ കുടുംബവൃക്ഷത്തില് പാരമ്പര്യത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചതിന്റെ ബാക്കി പത്രം ആയിട്ടുള്ള കടബാധ്യതയാണ് ഇന്ന് പല കുടുംബത്തിലും സംഭവിക്കുന്ന ചില അവസ്ഥകൾ. സമാധാനം ഇല്ല, മക്കൾ അനുസരിക്കുന്നില്ല, മിശ്ര വിവാഹം അല്ലെങ്കിൽ വിവാഹമോചനം, ഗർഭചിത്രം, പല പല പൈശാചിക ആരാധനകൾ, മദ്യപാനം, ഒരു ജടിക പാപങ്ങള്, ദാമ്പത്യ അവിശ്വസ്തത, അവിഹിത ബന്ധം. ഇതിനൊക്കെ പിന്നിൽ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെയും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെയും ചില കടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എന്തെങ്കിലും കാണുമ്പോ നമ്മൾ അപ്പൊ തന്നെ കർത്താവേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കാരണത്തിനുള്ള കടങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ആ കടങ്ങളെ അങ്ങയുടെ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറിയാമെങ്കിൽ അറിയാവുന്നത്, ഇനി അറിയാൻ പാടില്ലാത്തുണ്ടെങ്കിൽ ഉണ്ട്. അങ്ങനെ കാരണം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ പറയില്ലേ, ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സത്യമായിട്ടും അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആദ്യം സ്വയം പരിശോധിക്കുക. രണ്ട്, അറിയാവുന്ന നമ്മുടെ ഓർമ്മയിലോ അല്ലെങ്കിൽ അറിവിലുള്ള കാരണവന്മാരെ പരിശോധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കാണുക, ഈ കുടുംബവൃക്ഷത്തിൽ ഇങ്ങനെ ഒരു വേരുണ്ട്, ഇതിന്റെ കാരണമുണ്ട്, എന്തുമാകട്ടെ അത് കടമാണ്. ആ കടങ്ങളുടെ മേഖലയ്ക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവകാരുണ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും അച്ഛൻ പറയാണ്, പാപത്തെ നീക്കിയ, ശാപത്തെ നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ, കടങ്ങൾ വീട്ടി എല്ലാം കുരിശിൽ പൂർത്തീകരിച്ച ആ അധിപത്യങ്ങളെ, അധികാരങ്ങൾ തകർത്തെറിഞ്ഞ യേശുക്രിസ്തുവിന്റെ കുരിശിൽ തീരാത്ത ഒരു കടബാധ്യതയുമില്ല. അത് ഇവിടെ തീർക്കുക, അതിൽ നിന്ന് മോചനം പ്രാപിക്കാം. വീണ്ടെടുക്കപ്പെടുന്ന വലിയ അഭിഷേകം നമുക്കിടയാകട്ടെ, നമുക്ക് പ്രാപിക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനത്തില് അന്യന്റെ ഭാര്യയെ മോഹിച്ചതും അന്യന്റെ വസ്തുക്കൾ മോഹിച്ചെടുത്തതുമായ സ്വന്തമാക്കിയതുമായ എല്ലാ പാപത്തിന്റെ, പ്രമാണ ലംഘനത്തിന്റെ കടങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനന്തര ഫലങ്ങളുമൊക്കെ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എടുത്തു കളഞ്ഞ് ഞങ്ങളെ വിമുക്തരാക്കണമേ, മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ദിവ്യകാല സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ വിമോചനമായി, സൗഖ്യമായി, വിടുതലായി, സമാധാനമായി, സന്തോഷമായി, വിശുദ്ധിയായി നമ്മിൽ നമ്മുടെ കുടുംബത്തിലും നിറയപ്പെടട്ടെ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിനു വേണ്ടി
ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ പങ്കുചേർന്നുകൊണ്ട് ആ മഹത്വത്തിന്റെ സമ്പന്നതയിൽ ജീവനും വിടുതലും സൗഖ്യവും സമാധാനവും കൃപയും പ്രാപിക്കുവാൻ ഞങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ തലമുറകളുടെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ വിളിച്ച് ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേൽ തലമുറകളുടെ മേൽ അങ്ങ് ചൊരിയുന്ന എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ആരാധനയ്ക്ക് യോഗ്യനെ, സർവാധിപനെ, സർവശക്തനെ, ഓ ദിവ്യ കാരുണ്യമേ, ഞങ്ങളുടെ മേൽ ചൊരിയുന്ന കൃപകളെ ഓർത്ത് ആ കൃപ ചൊരിയുവാൻ വേണ്ടി കൃപയുടെ ഉപകരണങ്ങളും പാത്രങ്ങളുമാക്കി ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങളിലൂടെ കൃപ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതിനെ ഓർത്ത് ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളിലേക്ക് ആ വലിയ കരുണ ചൊരിഞ്ഞുകൊണ്ട് ഇന്ന ദിനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ശുദ്ധികൻ ആത്മാക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പൂർവികരെല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. നന്ദി, ആരാധന, ആരാധന, ആരാധന. സ്വയ നന്ദി, സ്വയ സ്തുതി, സ്വയ ആരാധന. ദിവ്യകാരുണ്യ സ്വയ ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ടാണല്ലോ അങ്ങ് കുരിശിൽ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മരിച്ചത്. അങ്ങയുടെ മരണത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ ആ വിമോചനത്തിലേക്ക് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരായ എല്ലാ മക്കളെയും, മരിച്ചുപോയ എല്ലാ മക്കളെയും, വരാനിരിക്കുന്ന തലമുറകളിലെ എല്ലാ മക്കളെയും ഒരുമിച്ച് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമരസഭയിലായിരിക്കും ഞങ്ങൾ, വിജയസഭയിലായിരിക്കുന്ന മക്കളോട് ചേർന്ന് സമരസഭയിലുള്ള മക്കളായ ഞങ്ങളുടെ വലിയ കൂട്ടായ്മയില് സഹന സഭയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞ് ഇന്ന് സ്വർഗത്തിലായിരിക്കുന്ന വിജയസഭയിലായിരിക്കുന്ന എല്ലാ പൂർവികരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, വലിയ കരുണയാൽ ഞങ്ങളുടെ കുടുംബത്തെ, കൂട്ടായ്മയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് പ്രത്യേകിച്ചും ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു പോയ കടങ്ങളുടെ മേഖല, അന്യന്റെ ഭാര്യയെ മോഹിച്ച്, അന്യന്റെ വസ്തുക്കൾ മോഹിച്ചുകൊണ്ട് ചെയ്തു പോയ പ്രവൃത്തികള്, ചില പ്രമാണ ലംഘനങ്ങള്, യേശുവേ അതെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തില് ഈ മേഖലയിൽ വന്നു പോയ പാപങ്ങള്, പ്രമാണ ലംഘനങ്ങള് എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. വിവാഹം എന്ന കൂദാശയുടെ അവിഭാജ്യതയും ഒറ്റ ശരീരമാക്കി അങ്ങ് യോജിപ്പിച്ചത് വേർപെടുത്തുന്ന രീതിയിൽ കർത്താവെ മോഹിച്ചതിലൂടെ, പ്രവർത്തിച്ചതിലൂടെ, കർത്താവെ പല പല പാപത്തില് അവിഹിത ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടതിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് മേല്, കുടുംബവൃക്ഷത്തിന് മേൽ കടന്നു വന്നിട്ടുള്ള എല്ലാ കടങ്ങളുടെയും, പാപത്തിന്റെ, ശാപത്തിന്റെ, പ്രമാണ ലംഘനത്തിന്റെ എല്ലാ കടങ്ങളും, അതിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തികളും സ്വയെ എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിലേക്കും മറ്റുള്ള മക്കളിലേക്കും കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള പാപത്തിന്റെ, ശാപത്തിന്റെ, പൈശാചിക ശക്തികളെ, അതിന്റെ ആധിപത്യ അധികാരത്തിന്റെ എല്ലാ അന്ധകാര ശക്തികളെയും, കടബാധ്യതകളുടെ എല്ലാ മേഖലകളിലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ ഈ തലത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. ഈശോയെ, അന്യന്റെ വസ്തുക്കൾ മോഹിച്ചത്, അങ്ങനെ മോഹിച്ച് എന്തെങ്കിലും വസ്തുക്കൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ, അനർഹമായി സമ്പാദിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ അതെല്ലാം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിനോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. സക്കേവുസിനെ പോലെ വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന ആ മാനസാന്തരത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ കുടുംബത്തില് സംഭവിക്കട്ടെ. ഇനി അറിയില്ലാത്ത അവസ്ഥയിലോ ഞങ്ങൾക്കറിവില്ലാത്ത മേഖലയില്
ഏതെങ്കിലും സമ്പത്ത് അങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, അതിനോർത്ത് ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങള് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെയോ ഉപജീവന മാർഗത്തെയോ ഇന്ന് സ്വാധീനിച്ച് കെട്ടിപ്പൊട്ടി ബന്ധിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഈ മേഖലയിൽ ഞങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവ്, ഈ രണ്ട് മേഖലയിലൂടെ കടന്നു വന്ന ഏതെങ്കിലും പാപത്തിന്റെ ശക്തികൾ, അധികാരികൾ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ, ദാമ്പത്യത്തെ, ഞങ്ങളുടെ മക്കളെ, ജോലി മേഖലകളെ, ഉപജീവന മാർഗങ്ങളെ കടത്തിൽപ്പെടുത്തി, ബാധ്യതയിൽപ്പെടുത്തി, അതിലൂടെ സാത്താൻ കെട്ടിപ്പൊട്ടി വെച്ച് കടന്നു വന്നിട്ടുള്ള തടസ്സങ്ങൾ, തകർച്ചകൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, നാശങ്ങൾ, പൈശാചിക പീഡകൾ കർത്താവേ എല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് അങ്ങയുടെ കുരിശിലെ ബലിയിലൂടെ അങ്ങ് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് രക്ഷാകരമാക്കി തന്ന ആ വലിയ മഹത്വത്തിന്റെ സമ്പന്നതയിൽ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമേ, സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ, ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ, സാമ്പത്തിക സ്രോതസ്സുകളെ അനുഗ്രഹിക്കണമേ. ബിസിനസ്, ജോലി, കടകള്, കർത്താവെ കൃഷിയിടങ്ങള്, വളർത്തു ഭക്ഷ്യ മൃഗാദികള് എല്ലാം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ അത് ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളോട് കരുണയായിരിക്കണം, ഞങ്ങളെ വീണ്ടെടുക്കണം, ഞങ്ങളുടെ എല്ലാ കടങ്ങളും പൊറുക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ ഈ മേഖലയിലൊക്കെ വീഴ്ച സംഭവിച്ച് മരിച്ചുപോയ അന്യന്റെ ഭാര്യയെ മോഹിച്ച്, അന്യന്റെ ഭർത്താവിനെ മോഹിച്ച്, അന്യന്റെ വസ്തുക്കൾ മോഹിച്ച് അതുമായിട്ട് ചെയ്തുപോയ പാപങ്ങളും ഒത്തിരി അവിശ്വസ്തതകളും ബന്ധങ്ങളുമൊക്കെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് ഈ മേഖലയെ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഞങ്ങളുടെ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. പിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ മേഖലകളിലുള്ള കടങ്ങളുടെ പൂർത്തിക്കായി സമർപ്പിച്ചുകൊണ്ട് നിശബ്ദമായ ഒരു നിമിഷം ദൈവികാനുസാരം പ്രാർത്ഥിച്ച് പ്രത്യാശീർവാദത്തിന് വേണ്ടി നമ്മെ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഈശോയെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം കൃപാഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.